ഹായ് എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും സേഫായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലുടനീളം ശക്തമായ മഴയാണ്. മഴ നല്ല രീതിയിൽ ശക്തി കൂടുന്നുണ്ട്, ഭയാനകരമായ രീതിയിൽ പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു ആഘാതങ്ങളൊക്കെ നമ്മൾ ന്യൂസിലൂടെയെല്ലാം കാണുന്നുണ്ട് അല്ലേ. പല സ്ഥലങ്ങളിലും പ്രകൃതിക്ഷോഭവും ഉരുൾപൊട്ടലും അതേപോലെ വെള്ളപ്പൊക്കമൊക്കെ നടന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടെ എന്ന് പറയുന്നത് രാവിലെ മുതൽ മഴയാണ് കേട്ടോ. മിനിഞ്ഞാന്ന് രാവിലെ മുതൽ മഴയാണ്. രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു, കാറ്റും മഴയൊക്കെ ആയിരുന്നു, നല്ല ഇരമ്പലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഇതേപോലെ തന്നെ മഴയുണ്ടായിരുന്നു. ഇന്നലെ ഒരു 2 മണി സമയത്തൊക്കെ അലാറം എല്ലാവരും ഫോണിലും അടിഞ്ഞിട്ടുണ്ടാവുമല്ലോ, മറ്റേ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മളെല്ലാവരും ഒന്ന് പേടിച്ചു പോകില്ല. അപ്പോൾ നമ്മുടെ നാട് എന്നൊക്കെ പറയുന്നത് ഇത് നമ്മുടെ പഴശ്ശി ഡാമാണ്. പഴശ്ശി ഡാമിൻ്റെ അവസ്ഥയാണിത് കാണുന്നത്. ഷട്ടർ തുറന്നിട്ടാണുള്ളത്, ഒന്നുകൂടി തുറന്നിട്ടാണുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ പവർ ഹൗസിൻ്റെ നിർമ്മാണമൊക്കെ നടക്കുന്നതാണ്. അതിൻ്റെ സാധനങ്ങളൊക്കെ ഒലിച്ചു പോയി. 2018 പ്രളയം വന്നപ്പോൾ നമ്മുടെ ഡാമിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡാമിൻ്റെ പരിസര പ്രദേശമൊക്കെ വെള്ളത്തിനടിയിലായി. അന്നാണ് നമ്മുടെ ഡാം ആദ്യമായിട്ട് തകർന്നു പോയത്. ആ ഡാം എന്ന് പറയുന്നത് നല്ല ഗാർഡനും ബോട്ടിങ്ങും ഒക്കെയുള്ളൊരു വിനോദസഞ്ചാര കേന്ദ്രമായിരുന്നു. ഇപ്പം അതൊന്നുമില്ല കേട്ടോ. ഇപ്പം അന്ന് കുറച്ച് പുതുക്കിയിട്ടാണ് ഈ കാണുന്ന രീതിയിൽ ഇപ്പം പുരോഗമിച്ചത്. പക്ഷേങ്കിൽ പണ്ടത്തെ ആ ഗാർഡനൊന്നും ഇല്ല. കുറേ പ്രതിമകളൊക്കെ ഒലിച്ചുപോയി, പൊട്ടിപ്പോയി, ഉടഞ്ഞു പോയി, അങ്ങനെയൊക്കെയുള്ള അവസ്ഥ അന്ന് 2018 ഉണ്ടായിരുന്നു. ഇപ്പം ഈ പ്രാവശ്യം ഇങ്ങനെ വെള്ളം കയറിയപ്പോൾ അവിടെ പവർ ഹൗസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പവർ ഹൗസിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു മഴ പെയ്തത്. അപ്പോൾ അവർക്ക് ആ സാധനങ്ങളൊന്നും മാറ്റാൻ പറ്റിയിട്ടില്ല. സാധനങ്ങളൊക്കെ ഒലിച്ചു പോയി. ഒരുപാട് പൈസേൻ്റെ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ പവർ ഹൗസ് ഉണ്ടാക്കാനുള്ള അത്ര സാമഗ്രികൾ പല പല സ്ഥലത്ത് അവർ ഇറക്കി വെച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ അവിടെയുള്ള സാധനമൊക്കെ ഒഴുകിപ്പോയി. ഈ ഒരു വെള്ളത്തിൽ ഇത് നമ്മുടെ ഗാർഡൻ്റെ സൈഡാണ് വേണ്ടത്. നമ്മൾ പെരുന്നാൾക്കൊക്കെ പോയ കളിപ്പൊക്കെ ചെയ്യുന്ന ഏരിയയാണ്. നമുക്ക് പുഴയൊക്കെ കാണാനുള്ളൊരു ഏരിയയാണ്, ബോട്ടിങ്ങിന് പോകുന്ന ഏരിയയാണ്. അവിടെയൊക്കെ വെള്ളം കയറി. പുഴയും നിലവും ഒരേപോലെ ആയ ഒരു അവസ്ഥയാണ്. അത്ര ഡേഞ്ചറാണ്. നിങ്ങൾ നോക്കിയേ, ആ കൈവരീൻ്റെ അപ്പുറം പുഴയാണ്, പുഴയും ഇപ്പുറം നിലവുമാണ്. അവിടെയൊക്കെ വെള്ളം കയറിയിട്ട് നിങ്ങൾ നോക്കിയാട്ടെ. അപ്പോൾ ഇതാണ് നമ്മളെ നാടിൻ്റെ അവസ്ഥ. പല സ്ഥലത്തും ഇതുതന്നെയാണ് അവസ്ഥ. പക്ഷേ നമ്മളെ നാട്ടിൽ ഈ ഡാമുള്ളതുകൊണ്ട് ഡാമിൻ്റെ ആ ഒരു പരിസര പ്രദേശത്ത് ഷട്ടർ ഒന്നുകൂടി ഉയർത്തിയപ്പോൾ വെള്ളം കയറിയതാണ് കേട്ടോ. പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴയും. ഇന്നൊരു രാവിലെയൊക്കെ കുറച്ച് ശമനം ഉണ്ടായിരുന്നു. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. എന്താവുമെന്ന് അറിയില്ല കേട്ടോ. എല്ലാവരും പ്രശ്നം കാക്കട്ടെ. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു സങ്കടമാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേങ്കിൽ എല്ലാവരും പരമാവധി എന്താ ചെയ്യുക, ഈ ഒരു ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഒരുപാടങ്ങ് ഇറങ്ങി ചെല്ലാണ്ടിരിക്കുക. ഇതൊക്കെ നമ്മുടെ പരിസര പ്രദേശത്തുള്ള സംഭവങ്ങളാണ്. എല്ലാ കൊല്ലവും വെള്ളം കയറുന്ന ഏരിയയാണ് ഇതൊക്കെ. പക്ഷേങ്കിൽ ചില ആൾക്കാർ ഇതൊന്നും വകവെക്കാതെ ഈ ഒരു ഒഴുക്കിലേക്കൊക്കെ കടന്നു തുള്ളും. തേങ്ങ പിടിക്കാനും അങ്ങനെ തടി പിടിക്കാനൊക്കെ പോകും. പക്ഷേ അതിലൊക്കെ നമുക്ക് നഷ്ടമാകുന്നത് നമ്മളെ ജീവനാണ്. ഇന്നലെ നമ്മളടുത്ത് ഒരാൾ ഇതേപോലെ തേങ്ങ പിടിക്കാൻ പോയിട്ട് ജീവൻ നഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും സേഫായിരിക്കുക കേട്ടോ.